ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇസ്ലാമിസ്റ്റ് ഭീകര സംഘടനകളിൽ നിന്ന് ആസാമും മറ്റു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്നതായി ആസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞിരിക്കുകയാണ്. മേഖലയിൽ സജീവമായ ഇന്ത്യാവിരുദ്ധ ശക്തികൾക്കെതിരെ സുരക്ഷാ ഏജൻസികൾ ശക്തമായ നടപടികൾ ആരംഭിച്ചതായും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ സുരക്ഷാ വെല്ലുവിളികൾ, മ്യാൻമാർ അരുണാചൽ വഴിയുള്ള മയക്കുമരുന്ന് കടത്ത്, ആസാമിലെ വിട്ടുമാറാത്ത പ്രളയക്കെടുതി എന്നിവയെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. ആസാമും അതോടൊപ്പം വടക്ക് കിഴക്കൻ മേഖലയും ഇസ്ലാമിസ്റ്റ് ഭീകരരുടെ ഭീഷണിയിലാണെന്ന് മുഖ്യമന്ത്രി സ്ഥിരീകരിക്കുന്നുണ്ട്. സുരക്ഷാ സേനകൾ ഭീകരവാദ ശൃംഖലകൾക്കെതിരെ വ്യാപകമായ തിരച്ചിൽ നടത്തിവരികയാണെന്നും അടുത്തിടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ചില ഇസ്ലാമിസ്റ്റ് ഭീകരരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബംഗ്ലാദേശിലുണ്ടായ രാഷ്ട്രീയ അസ്ഥിരതയ്ക്കിടെ ജയിൽ ചാടിയതോ മോചിതരായതോ ആയ തീവ്രവാദികൾ വീണ്ടും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് പാർലമെന്ററി സമിതി അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് 4906 കിലോമീറ്റർ നീളമുള്ള ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ പുതിയ സുരക്ഷാ ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. ആസാമിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അതിനെ അതീവ സങ്കീർണമായ ഒരു സുരക്ഷാ മേഖലയാക്കി മാറ്റുന്നു. മ്യാൻമാരിൽ നിന്നുള്ള മയക്കുമരുന്ന് കടത്താണ് സംസ്ഥാനം നേരിടുന്ന മറ്റൊരു വലിയ വെല്ലുവിളി. അടുത്തിടെ ഏകദേശം 100 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് ശേഖരം പിടികൂടിയിരുന്നു. മുമ്പ് മോറേ പാതയായിരുന്നു മയക്കുമരുന്ന് കടത്തിന് പ്രധാനമായും ഉപയോഗിച്ചിരുന്നതെന്നാണ് ഹിമന്ത് ബിശ്വ ശർമ്മ പറയുന്നത്. അങ്ങനെ മുമ്പ് മോറേ പാതയാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ കള്ളക്കടത്തുകാർ മ്യാൻമാർ അരുണാചൽ പ്രദേശ് വഴിയുള്ള പുതിയ പാത ഉപയോഗിക്കുന്നത് ആശങ്ക ഉയർത്തുന്നതായി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. കഴിഞ്ഞ 6 ദിവസമായി ദേശീയ തലസ്ഥാനത്തുള്ള മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ, നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ള പ്രമുഖ കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആസാമിന്റെ വികസന പദ്ധതികളെക്കുറിച്ചും സംസ്ഥാനത്തെ പ്രളയ സാഹചര്യത്തെക്കുറിച്ചും കൂടിക്കാഴ്ചകളിൽ വിശദമായ ചർച്ച ചെയ്തുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രളയത്തിൽ തകർന്ന ദേശീയപാതകൾ എത്രയും വേഗം പുനരുദ്ധീകരിക്കാനും ഭാവിയിൽ പ്രളയങ്ങളെ പ്രതിരോധിക്കാൻ തക്കവണ്ണ പാലങ്ങളുടെയും കൽവട്ടുകളുടെയും രൂപകൽപ്പന ശാസ്ത്രീയമായി മാറ്റാനും റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ആസാമിലെ തുടർച്ചയായ പ്രളയ പ്രശ്നത്തിന് ശാസ്ത്രീയവും ദീർഘകാലാടിസ്ഥാനത്തിലുമുള്ളതുമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിനായി IIT റൂർക്കിയുമായും മറ്റ് വിദഗ്ധ സംഘടനകളുമായും സംസ്ഥാന സർക്കാർ ബന്ധപ്പെട്ട് വരികയാണെന്നും ഹിമന്ത് ബിശ്വ ശർമ്മ പറയുകയാണ്. പ്രളയാന്തര പ്രവർത്തനങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതുവരെ 130 കോടി മുതൽ 140 കോടി രൂപ വരെ സമാഹരിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തവണത്തെ പ്രളയക്കെടുതിയുടെ വ്യാപ്തി കണക്കിലെടുക്കുമ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനവും അതോടൊപ്പം തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കുമായി ഏകദേശം 1200 കോടി മുതൽ 1500 കോടി രൂപ വരെ വേണമെന്ന ആവശ്യമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. വരും ദിവസങ്ങളിൽ കേന്ദ്രത്തിൽ നിന്ന് മതിയായ ധനസഹായം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഹിമന്ത് ബിശ്വ ശർമ്മ പറയുന്നുണ്ട്.